മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ജനിച്ചതൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും മദ്രസയിൽ നിന്ന് ഇങ്ങനെ കേട്ട് കല്ലുകളുടെ കാഞ്ഞിനെ കുറ്റി മുതൽ മുള്ളു മുഴുവൻ മുറുക്കാൻ പാമ്പ് വരെ ആരാധിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതരായി ബിംബങ്ങൾ തലകുത്തനെ കുലതത്തനെ വീണെന്നൊക്കെ നമ്മളിങ്ങനെ കേട്ട് അല്ലേ? സത്യത്തിൽ ഈ കാബാലയത്തിന്റെ മുറ്റത്ത് ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ആ ബിംബങ്ങളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോ കെട്ടിപ്പറഞ്ഞ് പോവുകയാണ്. അത് നേരാക്കി നോക്കുകയാണ്. നേരക്കണില്ല, പിന്നെയും പോവുക. എന്താ അതിന് കാരണം? അല്ലാഹു തആല ജന്മദിനം ആഘോഷിക്കാണ്. ആകാശ ഭൂമി പ്രകാശിച്ചു, സ്വർഗം അല്ലാ, അങ്ങനെ ഒന്നാകെ ഒന്നൊന്നര ഒരു ജന്മാണ്. എന്താ ഉസ്താദേ, അവിടുന്ന് സാധാരണ മനുഷ്യനാണെന്നാണ് ഞങ്ങൾ പഠിച്ചത് ഞങ്ങളെ മദ്രസയിൽ. നിങ്ങളൊന്ന് വായിച്ചിട്ടുണ്ട് എന്ത് മലയാളത്തിലുള്ള അർത്ഥം? അത് എന്താ? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനാണ്. ആ ആയത്ത് അവിടെ കട്ട് ചെയ്തിട്ട് സാധാരണ മനുഷ്യനാണെന്നും കൂടെ കൂട്ടിച്ചേർത്തിട്ട് അത് പഠിക്കുന്ന പാവപ്പെട്ടവരെ, ആ ആയത്തിന്റെ ബാക്കി ഭാഗം നമ്മളൊന്നറിയണം. യൂഹാ ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. അല്ലാഹു ഏകനാണെന്ന് നിന്നിലേക്ക് വഹി അറിയിക്കപ്പെട്ടു. അത് തന്നെയാണ് മുഅ്ജിസത്ത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മദ്ഹ് നമുക്ക് പറയല്ലോ, അത് 10 വാക്കാക്കാതെ ചുരുക്കാൻ നോക്കാം. കാരണം മദ്ഹ് തുടങ്ങിയാൽ എത്രയോ പറയാനുള്ളത്. എവിടെന്നാ തുടങ്ങുക, എന്താ പറയാ അറിയില്ല. പക്ഷെ എന്നാലും മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുത്തെ മദ്ഹ് പാടുന്നതും സാബിത്തെ പാടിനോ? അപ്പൊ പാടണം. 2 സ്ഥലം പറഞ്ഞിട്ട് പാടിക്കൂടെ? ഇൻഷാ അല്ലാഹ്. അത് ദുആ കഴിഞ്ഞിട്ട് പാടലേ, എന്നാ കുറച്ച് തോന പാടല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പൊ അല്ലാഹു തആല എല്ലാം സ്വീകരിക്കട്ടെ. മദ്ഹ് ചെറുത് പറയുകയാണെങ്കിൽ തന്നെ കൂലി വല്ലാതെ കിട്ടും നമുക്ക്. ദോഷം പൊറുക്കാൻ ഒരു കാരണം അമല് അല്ലാഹു തആല സ്വീകരിക്കുന്ന ഉറപ്പുള്ളൊരു അമൽ എന്താ? മദ്ഹുൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തു അലൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മനസ്സറിഞ്ഞ് ഇന്നിവിടെ ഇരിക്കുന്നവര്, ഇത് കേൾക്കുന്നവര് തീരുമാനിച്ചോളി സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ. ഞാനൊരു കിതാബ് അടുത്ത ദിവസം കണ്ടു. ആ കിതാബിൽ എന്താ ഉള്ളത്? ഒരു സ്വലാത്തിന് 10. നമുക്ക് എല്ലാവർക്കും അറിയണല്ലേ കൂലിന്റെ കാര്യം. ചുരുക്കി പറയാ 10-ന് 100, 100-ന് 1000. 1000 സ്വലാത്ത് എന്നും ചെല്ലുന്ന ആളാണെങ്കിൽ നിങ്ങൾ കേൾക്കണ്ടില്ലേ? 1000 സ്വലാത്ത് എന്നും ചെല്ലുന്ന ആളാണെങ്കിൽ ആണായാലും വേണ്ടില്ല, പെണ്ണായാലും വേണ്ടില്ല, ആരായാലും ഓരോ ശരീരം അല്ലാഹു തആല നരകത്തിനെ തൊട്ട് ഹറാമാക്കിയിരിക്കുന്നു. അല്ലാഹു തആല അങ്ങനത്തെ ഭാഗ്യവാന്മാരിൽ നമ്മളെയും കുടുംബത്തെയും ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അത് ചെല്ലണം. കഴിയൂല എന്നൊന്നും ആരും ചിന്തിക്കണ്ട. ഒരു ദിവസത്തെ എത്ര മണിക്കൂറുണ്ട്? 24 hours, 24 മണിക്കൂറുണ്ട്. അതിൽ 1 മണിക്കൂറും 10 മിനിറ്റും ആയ സാവകാശം ചെല്ലി തീർക്കാം. സ്പീഡിലാണെങ്കിൽ വേണ്ട. സ്പീഡിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാർ അങ്ങനെ വേണ്ട കാര്യമില്ല. അക്ഷരമില്ലാതെ ചുരുങ്ങിയത് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് എന്ന് തന്നെ പറയണം. അതേപോലെ തന്നെ അല്ലാഹ് സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എൻ്റെ വാപ്പ ഒരു മുദ്രിസായിരുന്നു. അല്ലാഹു തആല ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. അവിടുന്ന് ഒരു ദിവസം എന്നോട് പറഞ്ഞു, സഹാബാക്കളെയും കുടുംബക്കളെയൊക്കെ കൂട്ടിയിട്ട് സ്വലാത്ത് ചെല്ലുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമാണ്. സഹാബാക്കളെ കൂട്ടി ചെല്ലുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമാണ്. അപ്പൊ പിന്നെ എന്താക്കാ, ഇതൊന്നായിട്ട് ഈ സ്വലാത്ത് ഉണ്ടല്ലോ, വന്യരായ ശൈഖുന ഉസ്താദ് അവർകളും ബയാത്തങ്ങളും സുലൈമാൻ ഉസ്താദ് ഒക്കെ പറയില്ല ഈ സ്വലാത്ത. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അത് സൗകര്യപ്പെടുന്ന അത് ചെല്ല. അല്ലാത്തവർ വേറെ സ്വലാത്ത്, ഫാത്തിമ ബീവിന്റെ സ്വലാത്തില്ലേ റളിയല്ലാഹു അൻഹാ, ഏത് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി, ഇതൊക്കെ ഉണ്ട്. സ്വലാത്ത് കുറേ നിറച്ചുണ്ട്. ചിലത് എളുപ്പത്തിന് വേണ്ടി ചെല്ലുന്നു. ആയിക്കോട്ടെ, എന്തായാലും സ്വലാത്തിന് കൂലി ഉറപ്പാണ്. ഇതേപോലെ മദ്ഹ് പറഞ്ഞാൽ നമുക്ക് കൂലിട്ടു. എന്താ പറയേണ്ടത്? എവിടുന്നാ പറയേണ്ടത്? പഠിച്ചോനെ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ജനിച്ചതൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും മദ്രസയിൽ നിന്ന് ഇങ്ങനെ കേട്ട് കല്ലുകളുടെ കാഞ്ഞിനെ കുറ്റി മുതൽ മുള്ളു മുഴുവൻ മുറുക്കാൻ പാമ്പ് വരെ ആരാധിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതരായി ബിംബങ്ങൾ തലകുത്തനെ കുലതത്തനെ വീണെന്നൊക്കെ നമ്മളിങ്ങനെ കേട്ട് അല്ലേ?
സത്യത്തിൽ ഈ കാബാലയത്തിന്റെ മുറ്റത്ത് ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ആ ബിംബങ്ങളൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോ കെട്ടിപ്പറഞ്ഞ് പോവുകയാണ്. അത് നേരാക്കി നോക്കുകയാണ്. നേരക്കണില്ല, പിന്നെയും പോവുക. എന്താ അതിന് കാരണം? അല്ലാഹു തആല ജന്മദിനം ആഘോഷിക്കാണ്. ആകാശ ഭൂമി പ്രകാശിച്ചു, സ്വർഗം അല്ലാ, അങ്ങനെ ഒന്നാകെ ഒന്നൊന്നര ഒരു ജന്മാണ്. അതിഞ്ഞി പറയുകയാണെങ്കിൽ അങ്ങനെ കുറെ അങ്ങനെ ജനിച്ചിട്ടുള്ള രസം കേൾക്കണം. വളരെ ചുരുക്കി കുറച്ച പറയട്ടെ, ഒന്നുമില്ല. അന്ന് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി മുഹമ്മദ് റസൂലുള്ളാഹി, നിങ്ങൾ സലാത്ത് ശക്തി പോലെ നിങ്ങൾ എവിടെ ചെല്ലി ഓർക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ കുട്ടിയാണ്. അമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. ആ നേരത്തെ മക്കൾക്കാർക്ക് ഒരു പരിപാടിയുണ്ട്. മുതലാളിമാരെ മക്കളെ പാവങ്ങൾ വന്നിട്ട് പാല് കൊടുക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടു പോകും കുട്ടിനെ. എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് ആണ് തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിൻ്റെ ഇടക്ക് വരേണ്ടവർ വരുന്നതാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കയിലേക്ക് പാവപ്പെട്ട പെണ്ണുങ്ങൾ വരുന്നു. അവരെ ഭർത്താക്കന്മാരോടും കുട്ടികളോടും ചെറിയ കുട്ടി ഉണ്ടാവുമല്ലോ, ആ കുട്ടിയെയുമായി പാലൂട്ടുന്ന പെണ്ണുങ്ങളാണ് വരുന്നത്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്പെട്ട വീടുകളിൽ പോയി തെരഞ്ഞെടുക്കുന്നതാണ്. മക്കയിലേക്ക് ആമിന ഹലീമ ബീബി റളിയല്ലാഹു അൻഹയും ഭർത്താവും കുട്ടിയും അവർ സഞ്ചരിക്കുന്ന വാഹനം വളരെ പിന്നിലാണ്. എന്താ അരിമ വണ്ടി അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു എന്ന വണ്ടിയിട്ട് വരുമ്പോ എന്ന പോലെ ബേക്കൽ ഇങ്ങനെ വരികയാണ് പാവം. അങ്ങനെ മക്കയിലേക്ക് വലിയ മുതലാളിമാരെ മക്കളെ മുഴുവനും സുബ്ഹാനല്ലാഹ് ആദ്യം വന്ന പെണ്ണുങ്ങളും ഭർത്താക്കന്മാരും എടുത്തുപോയി. അങ്ങനെ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ എത്തിയപ്പോ ഇവിടെ അവരെ ഉണ്ടോ? അപ്പൊ പറഞ്ഞ വീട്ടില് ഒരു യത്തീം കുട്ടിയുണ്ട്. ആയിക്കോട്ടെ, യത്തീമാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കുക. ഹലീമ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് കയറുന്നു. എന്നിട്ട് ആ കുട്ടിയെ വന്നിരായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ഗ്ലാമറാണ്, എന്തൊരു സ്റ്റൈലാണ്, സുബ്ഹാനല്ലാഹ്. ആ ചെറിയ കുട്ടിയാകും എന്തൊരു ചന്തം. നിങ്ങൾക്ക് ആ ചിന്തിച്ചാ മനസ്സിലാകൂലേ? ഇല്ല, മനസ്സിലാകൂല. അതിലപ്പുറമാണ് അവിടത്തെ ഭംഗി. സുബ്ഹാനല്ലാഹ്. ആ കുട്ടിയെ ഇങ്ങോട്ട് വാരിയെടുത്തിട്ട് സുബ്ഹാനല്ലാഹ്, ഹലീമ ബീവിക്ക് പിന്നെ ഒന്നും വേണ്ട, ഒരു കോടീശ്വരന്റെ മക്കളെയും വേണ്ട, നമുക്ക് യതീമായിക്കോട്ടെ, കുട്ടി മതി. പുരാപ്പനോട് ചെന്ന് പറയാറ്, 1.5 കുട്ടിയാണേ, ഇത് നമുക്ക് മതിട്ടോ. അങ്ങനെ കൊണ്ടുപോകാണ്. പിന്നെ രസങ്ങളാണ്, അത്ഭുതങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. പോകുന്ന വഴിയിൽ വെച്ച് സലാം പറയുന്ന കല്ലുകള്, മരങ്ങള് സലാം പറയുന്നു. വീട്ടിലെത്തി നോക്കുമ്പോ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചുറ്റുമുള്ള വൃക്ഷങ്ങള് അതൊക്കെ പച്ച പിടിപ്പുള്ളതായിട്ടുണ്ട്, ആടുകളൊക്കെ പുഷ്ടിയുള്ളതായിട്ടുണ്ട്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ ആടിനെ എവിടെയാണോ തീറ്റാൻ കൊണ്ടുപോകുന്നത് അവിടെ പച്ച പുല്ലാണ്, അവിടെ പച്ചപ്പാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ബറക്കത്താണ്. മാത്രമല്ല അയൽവാസികൾക്ക്, നാട്ടുകാർക്ക് പല വേദനകൾ വരുമ്പോ ഈ പുണ്യമാകപ്പെട്ട കുട്ടിയുടെ ശിരസിലൊന്ന് തൊട്ടിട്ട് അവരെ ശരീരത്തിൽ തൊടുമ്പോഴേക്ക് ആ വേദന മാറിപ്പോയി. എന്തൊരു അത്ഭുതമാണ്, സന്തോഷമാണ്. തെന്നിമ്പക്കനി മോന്റെ കൊഞ്ചും മുഖഭാവം കണ്ട് ഏറ്റം സുരൂറിലെന്ന് ബീബി തന്റെ താമര പൊന്നും മോനെ പാലൂട്ടിക്കൊണ്ടാവേശത്തിൽ താരാട്ടിപ്പാടി ഉറക്കിടും. അങ്ങനെ വളർന്ന് വന്ന് ഇനി എത്രയാ അത്ഭുതങ്ങൾ പറയാനുള്ളത്. ഇന്ന് വിശ്വസിക്കാത്തവരുണ്ടല്ലോ, വിശ്വസിക്കാത്തവരില്ലേ? എന്തേ അവർക്കൊന്ന് പഠിച്ചു നോക്കിക്കൂടെ? ഹദീസ് ഒന്ന് പഠിച്ചുകൂടെ? ഖുർആൻ പഠിച്ചുകൂടെ? ഖുർആനിൽ മുഅ്ജിസത്ത് പറഞ്ഞിട്ടില്ലേ? എന്താ ഉസ്താദേ, അവിടുന്ന് സാധാരണ മനുഷ്യനാണെന്നാണ് ഞങ്ങൾ പഠിച്ചത് ഞങ്ങളെ മദ്രസയിൽ. നിങ്ങളൊന്ന് വായിച്ചിട്ടുണ്ട്, എന്ത് മലയാളത്തിലുള്ള അർത്ഥം? അത് എന്താ? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനാണ്. ആ ആയത്ത് അവിടെ കട്ട് ചെയ്തിട്ട് സാധാരണ മനുഷ്യനാണെന്നും കൂടെ കൂട്ടിച്ചേർത്തിട്ട് അത് പഠിക്കുന്ന പാവപ്പെട്ടവർ
പ്രിയപ്പെട്ടവരെ, ആ ആയത്തിന്റെ ബാക്കി ഭാഗം നമ്മളൊന്നറിയണം. യൂഹാ ഇന്നമാ ഇലാഹുക്കും ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. അല്ലാഹു ഏകനാണെന്നിലേക്ക് വഹി അറിയിക്കപ്പെട്ടു. അത് തന്നെയാണ് മുഅ്ജിസത്ത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹി കൊണ്ടുവരുന്ന ഓതിക്കേൾപ്പിക്കുന്ന സഹാബാക്കൾ കേൾക്കുന്നില്ല, ചുറ്റുഭാഗത്തുള്ളവർ കാണുന്നില്ല. എന്താ ഇത് അത്ഭുതം! അതുപോലെ അതല്ലേ ഖുർആൻ പറഞ്ഞത്? സാധാരണ എന്ന് എവിടെന്നാ അർത്ഥം കിട്ടിയത്? ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഈ വഹയിന്റെ വിഷയം പറയുമ്പോൾ അത് പിന്നെ മുഅ്ജിസത്താണ്, അത് അമാനുഷിക കഴിവാണ്. എത്രയെത്ര അത്ഭുതങ്ങളാണ്, പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾക്കൊക്കെ അറിയുന്ന പല ചരിത്രങ്ങളും സംഭവങ്ങളും ഉണ്ടല്ലേ. ആകാശത്തിലേക്ക് ഇസ്രാ മിഅ്റാജിന്റെ അന്ന് ജബറൂത്ത് മലക്കൂത്ത് അർശ് കുർസി മുഴുവൻ കടന്നുപോയ രാത്രി, അത് നമ്മൾ കേട്ടിട്ടില്ലേ? എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന നേരത്ത് എന്തെല്ലാം സംഭവങ്ങൾ സ്വഹാബികൾ കണ്ടുകൊണ്ട് എന്തെല്ലാം അത്ഭുതങ്ങളാണ് അവിടെ നമുക്ക് കാണിച്ചു തന്നത്. യാ റബ്ബ്, സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്ന മനുഷ്യന്, ആ മനുഷ്യന് മക്കയിൽ ഭാഗത്തുണ്ട്, അപ്പുറത്ത് ശത്രുക്കൾ തെരഞ്ഞു നടക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രയിലാണ്. അപ്പോഴാണ് സുറാഖത്ത് ബിൻ മാലിക്കിനോട് ഒന്നൊരാൾ ചോദിക്കുകയാണ്, ഇതിലാരെയും പോയിനോ? ആരെങ്കിലും പറഞ്ഞു ഇതിലേ ഇങ്ങനെ ആരെങ്കിലും? അപ്പോഴേക്ക് സുറാഖത്ത് ഓർമ്മയായി, 100 ഒട്ടകം സമ്മാനം കിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൊണ്ടുവന്ന് കൊടുത്താലേ. അത് നടക്കണേ തന്നെ. പക്ഷെ സമ്മാനം ഈ അബൂജഹൽ പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ട് സുറാഖത്ത് അപ്പൊ എന്താ പറയുക, സുറാഖത്ത് കണ്ടിക്കണ് രണ്ടാളെങ്ങനെ പോണത്, ഒരു വഴികാട്ടി ഉണ്ടാകും. അങ്ങനെ കാഴ്ച കണ്ടത് ഇവരോട് മണ്ടില്ല, ഇവരോട് ഒരേ അങ്ങനെ സംഗതി ഇല്ലാട്ട് ഒരു പോയി. സുറാഖത്ത് എന്താക്കി എന്തോ ഹൈ സ്പീഡിൽ കുതിര ഓട്ടാറിഞ്ഞ ആളാണ്. ഇയാള് പെട്ടെന്ന് കുതിരപ്പുറത്ത് കയറി, ഒരാമ്പും വില്ലും റെഡിയാ വിട്ട് നേരെ പോയി നോക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാണ്. കണ്ടിട്ട് അമ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ ഈ കുതിരന്റെ കുളമ്പ് താഴത്തേക്ക് ഭൂമിക്ക് താങ്ങി. അതെങ്ങാനാലും കിട്ടണില്ല. ലാസ്റ്റുള്ള രസം എന്താ നിങ്ങൾക്ക്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു ഒക്കെ വിളിച്ചിട്ട് യാ ഹാവാനി ബലെ, എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആർക്കാൻ പറയാണ്. എന്നിട്ട് ദുആർന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് കഴിച്ചില്ലാണ്. വീണ്ടും തോന്നി അങ്ങനല്ല, അങ്ങനെയാണല്ലോ. രണ്ടാമട്ടം വീണ്ടും പോയി അതേപോലെ താന്ന് അതേപോലെ ദുആർന്ന് വീണ്ടും രക്ഷപ്പെട്ടു. സുറാഖത്ത് അവിടുന്ന് എഴുതിച്ച് ഇതിന് പകരം ചെയ്യൂല. അങ്ങനെയുണ്ട്. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഹജ്ജത്തുൽ വദാഇ നിന്ന് മക്കത്തേക്ക് സ്വഹാബികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും കടന്നു. അപ്പൊ ഓരോരുത്തർക്ക് ബേജാറ്, കൊല്ലുമെന്ന്. ആര്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമല്ലേ, വിനയമല്ലേ, എന്തൊരു ഇഷ്ടമുള്ള നമ്മൾ നബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടുന്ന് കൊല്ലൂല്ല, ചൂടാകൂല്ല, തോണ്ടൂല്ല, ഒന്നുമില്ല. നല്ല സ്നേഹല്ലേ തരുള്ളൂ. പക്ഷേ ഇവൽക്കത് അറിയില്ലല്ലോ. സുറാഖത്ത് ബേജാറ്. അപ്പോഴാണ് അന്ന് എഴുതി തന്നുണ്ടല്ലോ, ആ എഴുത്തുമായിട്ട് നേരെ വീട്ടിൽ പോയിട്ട് വരികയാണ്. വരുമ്പോ അങ്ങോട്ട് അടുത്ത് വരികയാണ്. അല്ലാഹ്, അടുത്തേക്ക് എത്തിയും പിന്നെ പിടുത്തം വിട്ടില്ലേ. ആ പുണ്യമാകപ്പെട്ട മുഖം കണ്ടാൽ ആർക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയും? ആർക്ക് അവിടത്തെ കൈപിടിച്ചു മൊത്താതിരിക്കാൻ കഴിയും? സുബ്ഹാനല്ലാഹ്. ആ നേരത്തെ ഷഹാദത്ത് കലിമ ചൊല്ലി സുറാഖത്ത് ബിൻ മാലിക് മുസ്ലിമാവുകയാണ് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അതല്ലേ ആ ഗാംഭീര്യം. ഈ ഉമ്മു മഅബദ് എന്ന് പറഞ്ഞ ഒരു ബീവി ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. ആ വീട്ടിലേക്ക് ഹിജ്റയിലാണ്. ഹിജ്റക്ക് പോകുന്ന നേരത്ത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന നേരത്ത് വഴിയിൽ വെച്ചിട്ട് ഒരുപാടുണ്ട് പറയാനല്ലേ. ആദ്യ വാർത്തവറിന് അവിടുന്ന് സിദ്ദീഖ് റളിയല്ലാഹു തന്നെ വെള്ളം വേണം. വെള്ളമില്ലല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടാലും ഈ പാകിസ്ഥാനിലൊക്കെ അങ്ങനെ ബോട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. അന്ന് അതില്ലല്ലോ. ആ നേരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്താ പറഞ്ഞത്? ദായത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു.
താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് വളരെ നല്ല ശക്തമായ വെയിലുള്ള സമയത്ത് ആ പാറമ്മൽ കുറച്ച് വെള്ളം, ആ വെള്ളം എടുത്ത് കുടിച്ച് നല്ല തണുത്ത വെള്ളം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് എവിടുന്നാ വെള്ളം എന്നറിയോ? മിൻ നഹ്റിൽ ജന്ന, സ്വർഗത്തുനിന്നാണെന്ന്. അത് കഴിഞ്ഞ് അവിടുത്തെ വെള്ളം കഴിഞ്ഞിട്ടാ പിന്നെ പോവാണ്. പിന്നെ പോകാറ 3 ദിവസമൊക്കെ താമസിച്ചപ്പോഴൊക്കെ പറയാന്ന് നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ. കുറെ ഒരു സ്ഥലത്തെത്തിയപ്പോ എന്താക്കണോ, ഒരു ചെറിയ കുടില്, ആ കുടിലേക്ക് കയറി. ഉമ്മുമാബത്തിന്റെ വീടാണത്. അവിടേക്ക് കയറി വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഈ ചെറിയ ആടുകളുണ്ട്. ഈ ആടുകൾ കണ്ട് ചോദിച്ചു, നമുക്കൊന്ന് പാല് കറക്കാൻ, ഒന്നും പാലുള്ളത് ഒറ്റ ആടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്റെ ഹബീബൊന്ന് അവിട്ടിലൊന്നും കൈ വെച്ചോട്ടെ. ആയിക്കോട്ടെ, അതിന് മുടക്കൊന്നും ഇല്ലല്ലോ, അതിനൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഉമ്മുമാബത്ത് സമ്മതം നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാലില്ലാത്ത ആടിനങ്ങ് കറക്കാൻ തുടങ്ങി. പാല് വന്ന്, യാ റബ്ബ്, എന്തൊരു അത്ഭുതമാണ്. എന്നിട്ടോ ഉമ്മുമാബദ് പറയുന്നൊരു രംഗമുണ്ട്. ഭർത്താവ് വന്നു, വീട്ടില് ആരോട് വന്നിട്ടുണ്ടല്ലോ, ഉണ്ട്. സുബ്ഹാനല്ലാഹ്, അസദ്ദുൽ ഹാജിബൈൻ അഖ്ഹൽ ഐനൈൻ, 2 കണ്ണുകളും സുർമയിട്ട പോലെ കണ്ണുകളുള്ള, നല്ല കട്ടിയുള്ള ബിരുകമുള്ള, നല്ല കവിൾത്തണമുള്ള ഒരു അടിപൊളി വ്യക്തിത്വം ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. ഇദാ ത്വലഅതഖൂലു ഹാദൽ ബദ്റുൽ മുനീർ. ഇങ്ങോട്ട് വരുമ്പോ അത് പൂർണ്ണ ചന്ദ്രൻ ഇങ്ങോട്ട് വരാന്ന് തോന്നും. എന്താണ് അവിടുത്തെ മുഖത്തിന്റെ വഖാറ്, എന്തൊരു സ്റ്റൈലാണ്, അടിവച്ചടിവച്ചുള്ള നടത്തമാണ്, എന്തൊരു നല്ല രസമുള്ള പുഞ്ചിരിയാണ്. ഇങ്ങനെ വർണ്ണിച്ചിട്ട് വീതിക്ക് മതിയാകുന്നില്ല. ആ ഉമ്മുമാബദ് ബിൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അല്ലാഹു തആല അവരെ ബറക്കത്തുകൊണ്ട് നമ്മളെ സലാമത്താക്കട്ടെ. ആ കാഴ്ച നമുക്ക് കാണണ്ടേ ദുനിയാവിൽ. അല്ലാഹുവേ തൗഫീഖ് തരണേ അല്ലാഹ്. ഇങ്ങനെ എത്ര രംഗങ്ങളാണ്, എത്ര അത്ഭുതങ്ങളാണ്. അബൂജഹൽ എല്ലാ വിഷയങ്ങളിലും അവൻ പരാജയപ്പെട്ടിരിക്കുമ്പോ എന്ത് ചെയ്താലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തോൽപ്പിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോ ഇവൻ പല ട്രിക്കുകളും എടുത്തു നോക്കുന്നുണ്ട്. എന്തു ചെയ്യും? ലാസ്റ്റ് ഇവൻ ഹബീബ് ബിൻ മാലിക് എന്ന് പറയുന്ന സിറിയയിലെ അന്നത്തെ ഭരണാധികാരി അയാളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പ്രവാചകരാന്ന് പറഞ്ഞൊരു വ്യക്തിത്വം ഉണ്ട് ഇവിടെ, ഞാൻ എന്ത് ചെയ്താലും ഞാൻ തോറ്റു പോകണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്താ ചെയ്യേണ്ടി? നിങ്ങൾ എന്താക്കണം? ഓരോ കൂട്ടിങ്ങോട്ട് പറഞ്ഞു, വരാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് പിടിച്ചു കൊണ്ടുവരണം. ധാരാ പറഞ്ഞത് അബൂജഹൽ. ആരോടാ പറഞ്ഞത്? ഹബീബ് ബിൻ മാലിക്. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഓരോ 12 പട്ടാളക്കാരും. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോരാൻ ചോദിച്ചപ്പോ റെഡി, അവിടുന്ന് റെഡി വന്നു. കൂട്ടത്തിൽ ആരുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഇതും കൂടി പറയാൻ നമുക്ക് നിർത്തട്ട. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. പഠിച്ചോനെ, ഓ ആരേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മദദ് അല്ലാഹു തആല നമുക്ക് തരട്ടെ. അങ്ങനെ ഹബീബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ബാക്കിലുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലത്തെ സൈഡിലുണ്ട്. അങ്ങനെ പോന്നിട്ട് ഇവരിയ്ക്കുന്ന സ്ഥലത്ത് എത്തി. ആര്? ഹബീബ് ബിൻ മാലിക്കും 12 പട്ടാളക്കാരും കുറച്ച് ആൾക്കാരും അബൂജഹലും. അസാധനം ഉണ്ട് അവിടെ. അങ്ങനെ നേരെ വന്നിട്ട് സുബ്ഹാനല്ലാഹ്, ഇവര് വലിയ ദമ്മിലിരിക്കല്ലേ, പക്ഷെ അങ്ങനെ പൊന്തി പോയി. ഇങ്ങനെ കണ്ടിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടേ ഇങ്ങനെ ആയിപ്പോയി. ആവൂലേ, എന്നിട്ടല്ലേ രസം. ഹബീബ് ബിൻ മാലിക് ചോദിക്കുകയാണ്, പ്രവാചകർ പലരും വന്നിട്ടുണ്ട്, അവർക്ക് മുഅ്ജിസത്ത് ഉണ്ടാകാറുണ്ട്, നിങ്ങൾ പ്രവാചകരാണെന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുഅ്ജിസത്ത് ഉണ്ടോ? ചോദിച്ചു, എന്താ വേണ്ടത്? എന്താ വേണ്ടത്? അപ്പൊ പറഞ്ഞ മറുപടി കേട്ടണ്ട. നമ്മളൊക്കെ ആണെങ്കിലേ അല്ലാ
അത് നമ്മൾക്ക് ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെ സന്തോഷിക്കാൻ കാഴ്ച കാണിക്കുമ്പോ പറഞ്ഞെന്തെന്നറിയോ, കാണുന്ന സൂര്യൻ പകലാണ് പറയേണ്ടത് കേട്ടോ. ആ സൂര്യൻ എന്താക്കണം, അസ്തമിക്കണം. എന്നിട്ട് അവിടെ ചന്ദ്രൻ വരണം. ആ ചന്ദ്രനെ ഇവിടെ നിന്ന് പിളർത്തണം. എന്നിട്ട് വീണ്ടും ചന്ദ്രൻ എന്താകണം, പോകണം. പിന്നെ സൂര്യൻ അവിടെ തിരിച്ചു വരണം. അപ്പൊ ചോദിച്ചു, അങ്ങനെ കാണിച്ചു തന്നാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ നേരത്തെ ഹബീബ് മാലിക് പറയാണ്, ഇല്ല, എന്റെ കൽബിൽ ഒരു മറഞ്ഞ ഒരു രഹസ്യ കഥയുണ്ട്, അത് നിങ്ങൾ പറഞ്ഞു തരണം. സുബ്ഹാനല്ലാഹ്. യെസ്, ഏറ്റെടുത്ത് ജബൽ ഖുബൈസിന്റെ മുകളിൽ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്ത്, എന്നിട്ട് സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല വിവരമറിയിക്കുന്നത് എന്താ, വഹി അറിയിക്കുന്നത്, ആകാശഭൂമി സൂര്യനും ചന്ദ്രനും മുഴുവനും അങ്ങേക്ക് വഴിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നബിയേ. എന്തായി? നേരെ വന്നിട്ട് റെഡി, എന്നാ കാണിക്കല്ലേ. എന്താ ഇത് കാണിക്കണത്? ഒരു ചെറിയ കാര്യമാണോ? ഇപ്പത്തെ സൂര്യനെ തന്നെ പറഞ്ഞു, ഒറിജിനാലിറ്റി സൂര്യൻ. ആ സൂര്യനോടങ്ങ് പോകാൻ പറഞ്ഞു. സൂര്യൻ അസ്തമിച്ചു, ചന്ദ്രൻ വന്നു. ഇവിടുന്ന് അവിടുത്തെ പുണ്യമാകപ്പെട്ട കരങ്ങളെ കൊണ്ടന്ന് പിളർത്തി, 2 പിളർപ്പായി. വീണ്ടും സൂര്യന് വീണ്ടും ആ ചന്ദ്രനെ കൂട്ടിയിട്ട് ചന്ദ്രനോട് പോകാൻ പറയുന്നു. ഇതൊക്കെ നോവലല്ല, കെട്ടുകഥയല്ല, കിതാബിൽ വ്യക്തമായി പറഞ്ഞതാണ്. തെളിവ് വേണമെങ്കിൽ വരാവുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ നേരത്തെ സൂര്യൻ തിരിച്ചു വന്നു, ചോദിച്ചു, എല്ലാം പറഞ്ഞു. ഹബീബ് മാലിക്, ഇനി ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, എന്റെ ഉള്ളിൽ രഹസ്യ കഥയുണ്ടല്ലോ, അത് നിങ്ങൾ പറഞ്ഞു തരണം. ചുറ്റുഭാഗത്തുള്ള ആളുകൾ ഇങ്ങനെ തഹയ്യറ മുഹയ്യറ പുകച്ചില്ലതായി കാട്ടുന്നത്. സൂര്യനെ പറഞ്ഞിട്ട് ചന്ദ്രനെ പിളർത്തിയിട്ട് ഇനിയിപ്പോ ഒരു രഹസ്യമുണ്ടോലേ, അത് പറയാൻ പോവാണ്. ആ നേരത്തെ ഇവിടുന്ന് മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരും കാര്യങ്ങൾ അറിയുന്ന, കഴിഞ്ഞ കഥകൾ മുഴുവനും അറിയുന്ന പ്രവാചക പ്രഭു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന, പ്രിയപ്പെട്ടവരെ, ഈ ഹബീബിന് മാലിക്കിനൊരു മകളുണ്ട്. ആ മകൾക്ക് വികലാംഗയാണ്, കയ്യുമില്ല കാലുമില്ല. ആ മകൾ ഇസ്ലാമിലേക്ക് വന്നാൽ അവൾ അവയവങ്ങൾ റെഡിയാകുന്നതാണ്. ഹബീബിന് മാലിക് ഇവിടെ എഴുന്നേറ്റ് നിൽക്കാ, ജനങ്ങളെ, ഇസ്ലാം വ്യക്തമായി മനസ്സിലായിട്ട് വരാത്തവർക്ക് വിഡ്ഢിത്തരമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബ് ബിൻ മാലിക് മുസ്ലിം ആവുകയാണ്. എന്നിട്ടും വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലേക്ക് വന്ന് നോക്കുമ്പോ അവിടെയുണ്ട് പ്രിയപ്പെട്ട മകൾ ഇങ്ങനെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. യാ റബ്ബ്, എന്താ ഇത്? യാ റബ്ബ്, യാ അല്ലാഹ്, എന്തായി കാണുന്നത്? അവൾക്ക് 2 കൈയും കാലും ക്ലിയറായുണ്ട്. നേരെ വന്ന് ഉപ്പാനെ സ്വീകരിക്കുമ്പോ ചോദിക്കുന്നു, പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മോളൂ, നിനക്ക് എവിടുന്നാണ് ഈ കലിമത്ത് കിട്ടിയത്? ആ നേരത്തെ ആ മകൾ പറയാണ്, എന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിന്റെ ഉപ്പ മുസ്ലിമായിട്ടുണ്ട്, നീ ഇസ്ലാമിലേക്ക് വന്നാൽ നിന്റെ അവയവങ്ങൾ റെഡിയാകുന്നതാണ്. അപ്പോൾ ഞാൻ ഇസ്ലാമിലേക്ക് വന്നു, എന്റെ അവയവങ്ങൾ റെഡിയായി. ഇനി എന്താ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് കേൾക്കേണ്ടത്? സൂര്യനെ പറഞ്ഞേച്ചിട്ട് ചന്ദ്രനെ പിളർത്തിയ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മടി, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ അവിടുത്തെ പുണ്യമാകപ്പെട്ട ശിരസ് പതിച്ച് കിടക്കുമ്പോ വൈകുന്നേരമായിട്ടുണ്ട്, സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. ആ നേരത്തെ നിസ്കാരം പോകുന്നെന്ന് പേടിച്ചിട്ട് കണ്ണുനീര് വന്നുപോയി. ആ നേരത്തെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിക്കുന്നു, എന്താ അലിയാർ തങ്ങളോട്, എന്താ അലിയാർ തങ്ങൾ? അവിടെ നിന്ന് പറഞ്ഞു, ആ സൂര്യൻ അസ്തമിച്ചാൽ എന്റെ നിസ്കാരം ആ സൂര്യൻ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു. ഇതൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾ
കഴിയില്ല. നിങ്ങൾക്ക് മുത്തുനബിയിൽ വിശ്വാസമില്ല. അതേ അവിടുത്തെ പുണ്യമാക്കപ്പെട്ട ശിബിരിൽ നിന്ന് വെള്ളം ഉറകു പൊട്ടിയിട്ട് ഒരുപാട് സഹാബികൾ കുളിച്ചു കുടിച്ചു ഒതു കൊടുത്തു. എന്തെല്ലാം ചരിത്രങ്ങളുണ്ട്. വേണ്ട, വെള്ളം കുടിച്ചില്ലേ, ആ വെള്ളം നീ കുളിച്ചില്ല ഒന്നുണ്ടാക്കിയില്ല അറിഞ്ഞ് പറയണ്ട. കുളിച്ചിട്ടുണ്ടാവും ഒന്നുണ്ടാക്കിണ്ടോ, ഏതായാലും കുടിക്കാൻ ഉപയോഗിച്ചില്ലേ. ഒരു ചെറിയ പാത്രത്തിൽ വിരൽ വെച്ചിട്ട് ആ വിരലിൽ ഇങ്ങനെ ഉറകു വിട്ട ദുനിയാവിലെ ഹൈ ടോപ്പ് വെള്ളാണത്. സുബ്ഹാനല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എത്ര പറഞ്ഞാ തീരൂല. ഒക്കെ വരും കാലം അറിയും. അവിടെ നടക്കുന്നത് ഇവിടെ അറിയും. അതല്ല രസം. ഈ മറ്റേ ഹൈബർ യുദ്ധത്തിന്റെ തുടക്കത്തിൽ എന്തിനാ അവരുടെ പേര് ഹജ്ജാശി എന്ന് തോന്നുന്നു. ഓർമ്മ ഹജ്ജാശിയാണ്. എന്തായാലും ഹജ്ജാശി മുറഹിബ് രാജാവ് അവിടുന്ന് ചോദിച്ചു, ആർക്കാടാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? ഓനങ്ങനല്ല പറയാ, എനിക്ക് അങ്ങനെ വരാൻ കഴിയുള്ളൂ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിരസ് കൊണ്ടുവരാൻ കഴിയായിരിക്കാൻ. അതുപോരാ, അതിന്റെ കൂട്ടത്തിൽ ഒരു അലിയാരും ഉണ്ട്, ഓരോ ശിരസ് കൊണ്ടുവരണം. അപ്പൊ ഈ ഹജ്ജാശി ഒരു വല്ലാത്ത സാധനമാണ്. ഉപരി നീച്ചിന്റെ പറഞ്ഞ ഞാൻ കൊണ്ടുവരാം. ഈ കിരീടം സീറ്റ് ഇതൊക്കെ ഉള്ളതാണ്. മുറൈബ് രാജാവ് പ്രഖ്യാപനം നടത്തി പോവുക. എന്നിട്ടോ വാള് 18 17 പ്രാവശ്യം വിഷത്തിൽ ഊട്ടിയിട്ട് പിൻഭാഗത്ത് വെച്ചിട്ട് മെല്ലെ വരികയാണ്. അതങ്ങനെയാണ് വരവല്ലോ, കാണരുതല്ലോ. അങ്ങനെ വന്നിട്ട് മദീന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്ഥലത്തേക്ക് എത്തിയപ്പോ നേരെ സമ്മതം ചോദിച്ചു. കയറി. എന്താ വന്നത്? ഞാൻ ഇസ്ലാം ആകാൻ വന്നത്. ഉടനെ ചോദിക്കുകയാണ്, എന്തിനാണ് ആ വാള്? ഉടനെ വിശ്വസിക്കുകയാണ്. പിന്നെ നജാശി വേറെ വർത്താനില്ല. കാരണം അത് ഞാനും മുറഹിബ് ചക്രവർത്തി അറിയുള്ള ഒറ്റ കുട്ടി അറിയില്ല. പിന്നെ എങ്ങനെ അറിഞ്ഞു? അറിയൂലേ? ആരാ ഇത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്കൊക്കെ അന്ന് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നമ്മൾ ജീവിച്ച് അല്ലാഹു തആല ഈമാൻ അല്ലാഹു തആല നമുക്ക് ഏറ്റിത്തരട്ടെ. ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. അല്ലാഹ് ലക്കൽ ഹംദു വലക്കൽ ശുക്ർ യാ അല്ലാഹ്. നമ്മൾ മുസ്ലിങ്ങളായാലും മുഅ്മിനീങ്ങളെ അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. റബ്ബേ, ഞങ്ങളെ ഈ മജ്ലിസ് കബൂലാക്കണേ അല്ലാഹ്. ഇവിടുത്തെ വീട്ടുകാരെ നമ്മൾ അബൂബക്കർ സഖാഫിയും കുടുംബവും അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. നല്ല സമാധാനം നൽകണേ അല്ലാഹ്. ഇവിടെ വന്ന എല്ലാവർക്കും ഇവരുടെ കുടുംബക്കാർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളും ഞങ്ങളെ കുടുംബങ്ങളും ദീർഘായുസ്സും ആഫിയത്തും തരണേ അല്ലാഹ്. നേതാക്കൾ ദീർഘായുസ്സും ആഫിയത്തും തരണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളെ വേണ്ടപ്പെട്ടവരെയും അല്ലാഹ് ആരെല്ലാം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ, മജ്ലിസ് കേൾക്കുന്നുണ്ടോ, അവരൊക്കെ രോഗങ്ങൾ സുഖമാക്കണേ അല്ലാഹ്. ദീർഘായുസ്സും ആഫിയത്തും തരണേ അല്ലാഹ്. റബ്ബേ, കടങ്ങൾ വീട്ടണേ റഹ്മാനെ. നിന്റെ ഔദാര്യം കൊണ്ട് കടം പെട്ടെന്ന് വീട്ടി സലാമത്താക്കണേ അല്ലാഹ്. ദീർഘായുസ്സും ആഫിയത്തും തരണേ റഹ്മാനെ. സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ദോഷം നീ പൊറുക്കണേ റഹ്മാനെ. തറ തെറ്റിയതാലും നീ കാരുണ്യവാനാണ്, മാപ്പ് തരണേ അല്ലാഹ്. ഇനി നന്നായി ജീവിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. സ്വർഗം തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നരകം ഹറാമാക്കണേ റഹ്മാനെ. സ്വർഗത്തിലൊരിടം തരണേ അല്ലാഹ്. തഖബ്ബൽ മിന്നാ ബിബറകത്തി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് സ്ഥലം വെക്കാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി. പക്ഷെ അബൂബക്കർ സഖാഫി ഇൻഷാ അല്ലാഹ് നന്നായി ദ്വാരക്കും. അല്ലാഹു തആല ഓർക്ക് ആ സ്ഥലം ഖൈറാണെങ്കിൽ വിട്ടുകൊടുക്കട്ടെ. അങ്ങനെ ഉണ്ട്. മുമ്പ് സ്ഥലം പറയണ്ട, ഒരു സ്ഥലത്ത് അത് ഖലീദങ്ങളാബൻ എടുത്ത് വന്നില്ലേ, നമ്മളെ ബദർ സാദാത്ത് ഖലീദങ്ങളാബൻ എടുത്ത് വന്നിട്ട് കച്ചവടമില്ല ലാസ്റ്റ് ആ കച്ചവടമായില്ല. അന്ന് 5 ഉറുപ്പിട്ടുള്ളൂ. ഒരു ഉദാഹരണം പറയാം. പിന്നെ അവിടെ സ്റ്റാൻഡ് വന്നോലെ, അപ്പൊ 5ന്റെ സ്ഥാനത്ത് 50-5 ലക്ഷമൊക്കെ ആയി. വിക്കണ്ടി ജിനിയാണ്. ഇതേപോലെ ചിലപ്പോ ഇപ്പോഴേ കുറച്ച് കഴിഞ്ഞാലോ ബുക്കിൽ കയറി. എന്തായാലും ഹൈറാകട്ടെ, പലിശന്റെ ഇടപാടൊന്നും ഇല്ലാത്ത സലാമത്താകട്ടെ. ഉമറല്ലയോ നമ്മളെ മുട്ടിനെ എന്തേ പടച്ചോനെ. ചെല്ലണോൽക്ക് ബ്ലോക്ക് ഉണ്ടായി എന്ന് കേൾക്കാം, പക്ഷെ ഈ മുട്ടുനോൽക്ക് ഇങ്ങനെ ഉണ്ടാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് പഠിച്ച നല്ല സ്നേഹിതന, അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. പെട്ടെന്ന് ശിഫ നൽകി സലാമത്താക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വന്യരായ സഖാഫി ഉസ്താദ് ദ്വാരക്കും. ഇന്നിപ്പം ഏലങ്ങൾ ഉസ്താദ് നമ്മളെ സ്വന്തമാണ്. ഏലങ്ങൾ ഉസ്താദ് ഭയങ്കര ആലിമുമാണ്. ആല ഇൽമുള്ളവരോ യാ റബ്ബ്.
ഉള്ളാപ്പാപ്പനടുത്തൊക്കെ ആദ്യമൊക്കെ വരലുണ്ടായിരുന്നു. ഇൽമെന്ന് പറഞ്ഞാൽ ഒരു മുദ്രിസാണല്ലോ, ഏത് വിഷയത്തിൽ നല്ല കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാണ്. അവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എന്ത് ബ്ലോക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും അല്ലാഹു തആല ശിഫ നൽകട്ടെ. അല്ലാഹ് പരിപൂർണ്ണ ശിഫ നൽകി അല്ലാഹു തആല സന്തോഷം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വന്യരായ സഖാഫി ഉസ്താദ് ആയിരിക്കും ഇന്നിപ്പോൾ ദുആക്ക് പ്രത്യേക ജാവത്തുണ്ടാവും. ഉംറക്ക് പോയി എന്നല്ലേ? അത് ശരി, എന്നാൽ ഞാൻ മുമ്പ് പോയി, ഇപ്പോൾ പോയില്ല. മുമ്പ് പോയി എന്നപ്പോൾ ഇത് വരുന്നുണ്ടെങ്കിലോ ഇപ്പോൾ നിങ്ങളത് വരുന്നാൽ ഇൻഷാ അല്ലാഹ് വന്നിരായ സഖാഫി ഉസ്താദ് ആയിരിക്കും. നിങ്ങളിപ്പോൾ മൂപ്പരല്ലേ പെരക്കാരനല്ലേ ചോയന ആമീൻ പറയണ്ട. അങ്ങനെ ഉണ്ട്, ആളെ നോക്കിയിട്ട് ആമീൻ പറയാം. ഇപ്പൊ തന്നെ സംഭാവന ചെയ്യുമ്പോ തന്നെ ഒരാൾ 500 കൊടുത്ത്, അപ്പൊ അള്ളാഹുവേ അദ്ദേഹത്തിന് ഖൈർ കൊടുക്കണേ ആമീൻ. അടുത്ത ആൾ 50 കൊടുത്ത്, അയാൾക്ക് സന്തോഷം കൊടുക്കണേ ആമീൻ. അതെന്താ സംഭവം? ഈ 500 സത്യത്തിൽ ഈ 500 അയാൾക്ക് 5000 റുപ്യ ഒരു ദിവസത്തെ വരുമാനാണ്. അയാൾ 500 കൊടുത്തത്, മറ്റാൾക്ക് ആകെ 100 റുപ്യ കിട്ടി, അതിന് 50 കൊടുത്തപ്പോ ഏതാ വലുത്? 50. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ആളെ നോക്കണ്ട. പിന്നെ മൂപ്പരാണെങ്കിൽ ഇപ്പൊ വലിയ ഒരു ഷാളില്ല, തടിയൊന്നുമില്ല, ഒരു തടിയും കൊടിയായിട്ട് അങ്ങനൊക്കെ ആവുമ്പോ, പക്ഷെ നിങ്ങള് തടിയുള്ള പോലെ കളിയാക്കുന്നൊരു ധാരണ ആർക്കും വരണ്ട. തടിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഹദീബായി നിൽക്കുമ്പോൾ ബാക്കുള്ളവർക്ക് അങ്ങനെ ഉണ്ടല്ലോ, എന്താ അങ്ങനൊന്നും വേണ്ട. അല്ലാഹു തആല ലാ യൻദുറുല്ലാഹു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. ഹൃദയമാണ് അല്ലാഹു തആല നോക്കുക. നമ്മളുണ്ടല്ലോ ഈ ദുആക്കിനെ കേൾക്കുമ്പോൾ ഒരു ത്രില്ല് കിട്ടുന്ന ദുആകളുണ്ട്. നമ്മളെ ഖലീദങ്ങളാപ്പ, അതേപോലെ തന്നെ ബായാർത്ഥങ്ങളാപ്പ, ഇവരൊക്കെ ദുആർക്കുമ്പോൾ കണ്ടില്ല നിങ്ങൾ ഉള്ളിൽ ഇങ്ങനെ കൊള്ളൂ അല്ലേ? അപ്പൊ ഓല് അത് ഷാളിട്ടിട്ടാണ്, അല്ലെങ്കിൽ ശരീരമൊക്കെ നല്ല ഉഷാറിനായിട്ട് അല്ല, കൽബാണ്. എന്നാൽ അതേപോലെ നല്ല സ്കെൽറ്റ് ആൾക്കാരുടെ ദുആർക്കുണ്ട്. എന്താ ഓരോ ദുആ. നമ്മളെ ഒരു തങ്ങളുണ്ടല്ലോ, മറ്റേ അരീത്തോട് ദർശത്തിന് ജിഫ്രി തങ്ങൾ, ഒരു പ്രത്യേക ദുആ. ഞാനൊരു പൊന്നാനി നിന്ന് വരുമ്പോ ദുആ കേട്ടോടെ നിന്നുപോയി. ഞങ്ങളൊരു ടീമുണ്ട്, എല്ലാവരും കൂടി വരുമ്പോ ഇവരിങ്ങനെ ഇങ്ങനെ ഇതേ അബൂഖാബിന്റെ അതേ കോലാണ് രൂപം. അപ്പൊ അതുകൊണ്ട് നല്ല മനസ്സോടെ അവിടെ ഉത്തരം കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ട് ആമീൻ പറഞ്ഞു. ഇന്ന് മദ്ഹ് കുറച്ചാണെങ്കിൽ ഇത്തിരി കോടാനിക്കോടി മദ്ഹിൽ ഇത്തിരി പറഞ്ഞില്ലേ, നമ്മള് അശരൊക്കെ ചൊല്ലിയിട്ടില്ലേ? ഇൻഷാ അല്ലാഹ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളെ സാബിത്ത് അടിവാരം അടിപൊളിയായിട്ട് പാടാൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അജ്മലെ മുട്ടൂലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ ദുആ കഴിഞ്ഞിട്ടാകുന്ന ഇപ്പൊ ഈ മട്ടത്തിലെ ദുആ കൂടി നടന്നാല് എങ്ങനെങ്കിലൊക്കെ സലാമത്താകണ്ടേ. എനിക്ക് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാനുള്ളത്, അല്ലാഹു തആല നമ്മളെ അല്ലാഹു തആല നമ്മളെ മുസ്ലിമായി സൃഷ്ടിച്ച് ഈ മുസ്ലിമായി നമുക്ക് മരിക്കാൻ കഴിയണം, മുഅ്മിനായി മരിക്കാൻ കഴിയണം. പ്ലീസ് ഹറാം നമ്മൾ ചെയ്യണ ഹറാം നമ്മൾ ഒഴിവാക്കുക. ആരാന്റെ കാര്യം ഇപ്പൊ നോക്കണ്ട. ഞാൻ എന്താ ഹറാം ചെയ്യണ്ട ഞാൻ ഒഴിവാക്കുക, നിങ്ങൾ എന്താ ഹറാം ചെയ്യണം നിങ്ങൾക്കറിയാം. ചിലർക്ക് ഈ കള്ളുടിക്കണം സ്വകാര്യമായിട്ട്, ചിലർക്ക് സ്വകാര്യമായിട്ട് വ്യഭിചരിക്കണം, ചിലർക്ക് മൊബൈലിൽ ഇങ്ങനെ വേണ്ടാത്ത കാണണം, ചിലർക്ക് അന്യ പെണ്ണിനെ ഇങ്ങനെ നോക്കിക്കണം, ചിലർക്ക് വർത്താനം പറയണം, ചിലർക്ക് അതൊന്നും വേണ്ട, പിത്തരം ഉണ്ടാക്കുക, അവിടെ പോയി കുസുകുസു, ഇവിടെ പോയി കുസുകുസു, വേറത്തേക്ക് അതൊന്നും വേണ്ട, കവാച്ചാന്നോണ പറയാ, വേറൊക്കെ അതൊന്നും വേണ്ട, ഒരാളെ കുറ്റം പറയും വേണ്ട, ഓനക്കൊന്നും വേണ്ട. പിന്നെന്താ, ഓന് പലിശക്ക് പൈസ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ സൂക്ഷിക്കണം. വേറെ കൂട്ടര് എങ്ങനെ എന്തൊക്കെ പറയാ, ആക്രമിക്കാൻ നടക്കുക, അങ്ങനെ ഓരോരുത്തർ കട്ടെടുക്കാൻ നടക്കുക. ഓരോരുത്തർക്ക് ഓരോ ഐറ്റംസ് ടേസ്റ്റ് ആണ്. ഹറാമിന് ടേസ്റ്റ് ഉണ്ടാകുക ഉറപ്പാണ്. കാരണം നമ്മള് ഖുർആൻ ഓതുമ്പോൾ ഉറക്ക് വന്നിട്ട്, സലാത്തിൽ ഉറക്ക് വന്ന് തൂങ്ങുന്നതിനിടയിൽ ഒരു ചങ്ങായി വന്നിട്ട് ഒരു ബുക്ക് കൊണ്ടുവന്നു, നോവല. പിന്നെ അവൻ്റെ കഴിഞ്ഞു. എന്തിന് ബുർദ അങ്ങനെ കേൾക്കുമ്പോൾ ഉറക്ക് വരികയാണ്. അപ്പോഴാണ് നേരെ ഒന്ന് നീക്കി വെക്കതാ ഫോണ്. അപ്പൊ പിന്നെ എന്ത് വന്ന് എന്തെങ്കിലും കുഞ്ഞാപ്പൂ കോയ എന്ത് ആരും വന്ന് അതാണ്ട് വന്നാ പിന്നെ അവനക്ക് രസായി, പിന്നെ ആരും പിടിച്ച് പിന്നെ ഓരോക്കെ പോയി. സംഗതി അങ്ങനെ ഉണ്ട്, അത് അങ്ങനെയാണ്. അതുകൊണ്ട് പ്ലീസ് ഹറാം ഓരോരുത്തരും ഹറാം ഒഴിവാക്കുക. ഇത്തഖിൽ മഹാരിം, ഹറാം നീ സൂക്ഷിക്കുക. തെക്കുൻ അഅബദന്നാസ്, നീയാണ് ജനങ്ങളിൽ ഏറ്റവും ഇബാദത്തെടുക്കുന്ന ആള്. ഇബാദത്തെടുക്ക എല്ലാവർക്കും. ചിലർ നിസ്കാരം നെവറാണ്, പണിക്ക് പോയ നിസ്കരിക്കില്ല. അല്ലാഹു തആല തന്ന കഴിവാണ്, പണിക്ക് പോകൂല. അല്ലാഹു തആല തന്ന കഴിവുകൊണ്ടാവും തിന്നുന്നത്. ആ സമയത്തിന് ഉച്ചക്കോ ഭക്ഷണം കഴിച്ചിരുന്നു, പക്ഷെ നിസ്കരിച്ചില്ല. അത് കയറ്റുമതി ഇറക്കുമതി കൃത്യമായിട്ട്. പക്ഷെ നിസ്കാരം വളരെ വൈലിച്ച. ഞാൻ ആ കാര്യം പ്രത്യേകം പറയാണ്, ഹറാം നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ നന്മ ചെയ്യണതിനേക്കാൾ സ്പീഡിൽ നന്നാകും. ചെയ്യണേക്കാൾ നന്നാലും ചെയ്യേണ്ടെന്നല്ല, തിന്മ പാടേ ഒഴിവാക്കിയിട്ട് നന്മ ചെയ്ത് നോക്കി. അങ്ങനെയാണല്ലോ
ഈ ഷുഗർ ഉണ്ടായിക്കാണെങ്കിൽ മറ്റുള്ള രോഗത്തിനൊക്കെ സുയിപ്പല്ലേ എന്ന പോലെ ഈ ഷുഗറിന്റെ സാധനം ആദ്യം ഒഴിവാക്കി, ആദ്യം അതിനുള്ള ഒഴിവാക്കിയിട്ട് പിന്നെ ഇബാദത്തെടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാകും. അല്ലാഹു തആല ഇബാദത്തെടുക്കാൻ സ്വലാത്ത് നല്ലോണം വർദ്ധിപ്പിക്കാൻ മദീനയിൽ മക്കയിൽ കുടുംബസമേതം എത്താൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.